ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എപ്പോഴും എങ്ങനെ പോസിറ്റീവായിരിക്കാം എന്നാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ, എപ്പോഴും പോസിറ്റീവായിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ പോസിറ്റീവായിരിക്കാനുള്ള 10 വഴികളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അത് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചാലഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വളരാനുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണുക. ഇനി നമ്മുടെ ജീവിതത്തിൽ ചാലഞ്ചസ് വരുമ്പോൾ തളർന്നു പോകാതെ അവിടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. ഇനി നമ്മുടെ ഏതൊരു കാര്യത്തിനും പ്രശ്നമാണ് അല്ലെങ്കിൽ തടസ്സമാണെന്ന് പറയാതിരിക്കുക. നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെ തന്നെയായി മാറും. ഇങ്ങനെ പറയുന്നതിന് പകരം ചാലഞ്ചസ് എന്ന് പറയുക. നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നം എന്നല്ല, ആരോഗ്യകരമായി എനിക്ക് ചാലഞ്ചാണ് എന്ന് പറയുക. ചാലഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് അതിനുള്ള പ്രിപ്പറേഷൻ എടുക്കുകയുള്ളൂ. ചാലഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് നേടാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നു മുതൽ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ എന്നൊന്നും പറയാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്ന ചിന്തയുണ്ടാകുക. മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചിന്തിക്കട്ടെ, അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളാണ്, അതായത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്തയാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക. ഇനി നമ്മൾക്ക് വേണ്ട കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഗോളുകൾ സെറ്റ് ചെയ്യുക. അത് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നമ്മളാണ്. നമ്മൾ ചുറ്റുപാടും ആരെന്ത് പറയുന്നു എന്നോ അല്ലെങ്കിൽ ആരെന്ത് വിചാരിക്കുമെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മൂന്നാമത്തെ കാര്യം, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒന്നും തന്നെ നമ്മുടെ മനസ്സിൽ വെച്ച് നടക്കരുത്. അത് നമ്മുടെ എനർജി ലെവല് ലോ ആക്കും. നമുക്ക് ജീവിതത്തിൽ ഉയരണമെങ്കിൽ ഇതൊന്നും തന്നെ നമ്മുടെ ഉള്ളിൽ വെച്ച് നടക്കരുത്. ക്ഷമിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് പല രോഗങ്ങളും അതുപോലെ നമ്മുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. നാലാമതായിട്ട്, നമ്മൾ പോസിറ്റീവായ വ്യക്തികളുമായി കൂട്ടുകൂടുക. നെഗറ്റീവായ വ്യക്തികളെ ഒഴിവാക്കുക. ചിലരുണ്ട് നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കൽ വരും, അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ നമ്മളെ ഫോൺ ചെയ്യും. അപ്പം അവർക്ക് സമയത്തിന് ഒരു വിലയുമില്ല. അങ്ങനെയുള്ള വ്യക്തികളെ മാറ്റി നിർത്തുക. നമുക്ക് ഗുണകരമായിട്ടുള്ള ആളുകളുമായി മാത്രം കൂട്ടുകൂടുക. ചില കൂട്ടുകെട്ടുകൾ ഗുണകരമല്ല എന്ന് നമുക്ക് കഴിഞ്ഞാൽ അത് വിട്ടുകളയുക. അഞ്ചാമതായിട്ട്, ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും പരാജയപ്പെടുമ്പോൾ അത് മറ്റുള്ളവരായതുകൊണ്ടാണ് എന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത്, നമ്മളാണ് നമ്മുടെ ജീവിതം സൃഷ്ടിച്ചെടുക്കേണ്ടത്. അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് കുറ്റം പറയാതിരിക്കുക. പിന്നെ മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ കേൾക്കാതെയും ഇരിക്കുക. ആറാമത്തെ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നത്. നമുക്കുള്ള എല്ലാ കാര്യത്തിനും, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിന് നന്ദി പറയുക. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മളൊരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അപ്പോഴത് തിരികെ നമ്മളിലേക്ക് 10 മടങ്ങായിട്ട് തിരിച്ചു വരും. ഇനി നമ്മൾക്ക് ആരെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് നന്ദി പറയാനായിട്ട് മറക്കരുത്. നന്ദി പറയുക എന്നത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുക. ഏഴാമത്തെ കാര്യം, എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് ശാന്തമാക്കാനും അതുപോലെ ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ ഇരിക്കാനും ഒക്കെ മെഡിറ്റേഷൻ സഹായിക്കും. എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുക. എന്നാൽ മാത്രമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. തുടർച്ചയായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നീക്കം ചെയ്യപ്പെടും. നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങുമ്പോൾ നമ്മുടെ ചിന്തകൾ കൂടുതൽ പോസിറ്റീവായിട്ട് മാറും. പോസിറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് കൂടുതൽ സന്തോഷവും സൗഭാഗ്യങ്ങളും ഉണ്ടാക്കും.
എട്ടാമത്തെ കാര്യം, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക. ദിവസവും ഏതെങ്കിലും ഒരു എക്സസൈസ് ശീലമാക്കുക. യോഗയോ, നടക്കാൻ പോവുകയോ, സൂംബ ഡാൻസ് ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എക്സസൈസ് ചെയ്യുക. സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും എക്സസൈസ് സഹായിക്കും. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നല്ല മനസ്സുണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെയാണ് തിരിച്ചും. നമുക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ല ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാനും എപ്പോഴും പോസിറ്റീവായിരിക്കാനും ദിവസവും കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക. ഇനി ചെയ്യാത്തവരാണെങ്കിൽ ഇന്നു മുതൽ ചെയ്തു തുടങ്ങുക. ഒമ്പതാമത്തെ കാര്യമാണ് പുഞ്ചിരിക്കുക എന്നുള്ളത്. നമ്മൾ ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് കൊടുക്കുക. 1 രൂപ പോലും ചിലവില്ലാത്ത ഒരു കാര്യമാണ് പുഞ്ചിരിക്കുക എന്നുള്ളത്. നമ്മൾ അതിൽ പിശുക്ക് കാണിക്കാറുണ്ട്. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും താടിയിൽ കയ്യും കൊടുത്ത് മുഖം വീർപ്പിച്ചിരിക്കുന്നത്. അവരുടെ മുഖത്ത് ഒരു ചിരി പോലും ഉണ്ടാവില്ല. അവരുമായിട്ട് നമുക്ക് ഇടപഴകാനായിട്ട് തോന്നാറുമില്ല. അപ്പോൾ പുഞ്ചിരിക്കുക. നമ്മുടെ വീട്ടിലുള്ളവരോടായാലും പുറത്തുള്ളവരോടായാലും ഒക്കെ പുഞ്ചിരിക്കുക. ഇത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്താനും നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാനും സഹായിക്കും. 10ാമത്തെ കാര്യം, ആക്ഷൻ. നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരാ, ആക്ഷൻ എടുക്കണം. ജീവിതത്തിൽ എല്ലാ മേഖലകളും നാം ചെയ്യുന്ന പ്രവൃത്തികളെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേട്ടം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങളും പോസിറ്റീവായിരിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരാം. ബൈ.